ഉള്ളവർ എക്സ്ട്രാ മൊബൈൽ ഉള്ളവർ കയ്യിൽ വെച്ചോ. നമുക്ക് വീഡിയോസ് കൂടുതലും നിങ്ങൾക്ക് റീൽസ് ആണ് നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരിക. റീൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൊബൈല് കുത്തനെ പിടിച്ച് എങ്ങനെ ഇരിക്കുമോ ആ സൈസിലാണ് റീൽസ് വരിക. അപ്പൊ നമുക്ക് ആദ്യം വീഡിയോന്റെ സെക്ഷൻ തന്നെ തുടങ്ങാം. അപ്പൊ അതിന് മുന്നായിട്ട് 2 പേര് ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുക. കാരണം നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ വരുന്ന പ്രോബ്ലം അല്ലെങ്കിൽ ചലഞ്ച് എന്താണ് അതൊന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രോബ്ലം ഒന്ന് കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു. ആരെങ്കിലും ഒരാളൊന്ന് 2 പേര് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ? എനിക്ക് ഇപ്പൊ പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് PPT ഒക്കെ സെറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് അതിന്റെ വിഷയമാണ് അറിയാത്തത്. മറ്റത് കുറെയൊക്കെ മറ്റതും അറിയില്ല സംഭവം. ഇപ്പൊ വിശദമായി പറഞ്ഞാൽ അത്രയും നല്ലത്. ശരി, നിങ്ങൾ എല്ലാവരും ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ റെഡിയാണ്. കാരണം വെച്ചാൽ ഇതൊരു ക്രിയേറ്റീവ് പാർട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇൻപുട്ട് കറക്റ്റ് ആവണമെന്നൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഹെർബാ ലൈഫ് പോലെ തന്നെ ചിലർക്ക് പറ്റും, ചിലർക്ക് ടൈം എടുക്കുന്ന കാര്യമാണ്. പിന്നെ വേറെ ഒരാളും കൂടി ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ ലേഡീസിന്റെ ഭാഗത്ത് നിന്ന്? എനിക്ക് ഇതുപോലെ തയ്യാറാക്കാൻ അറിയില്ല, അത് പഠിക്കണം എന്നുണ്ട്. ശരി, ഓക്കെ. പോസ്റ്റേഴ്സ് വേറെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. കാരണം എനിക്ക് ഇങ്ങനെ കിട്ടുമ്പോ എന്താ വെച്ചാലേ ഒന്നും കൂടെ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എവിടെയാണ് പ്രോബ്ലം വരുന്നത് എന്നുള്ളത്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ ഒന്ന് പറയോ? യെസ്, വേറെ ആരാണ്? ഏത് ചേച്ചിക്ക് അറിയോ? ഹലോ, ഹലോ, ഇതുപോലെ PPT റെഡിയാക്കാന് അങ്ങനെയുള്ള അധികം ഒന്നും ഇതിനെ കുറിച്ചിട്ടും ഐഡിയ ഇല്ല. എന്നാ എന്തൊക്കെയാ അറിയും, അങ്ങനെയാണ് പോകുന്നത്. ഒരു കറക്റ്റ് ആയിട്ട് ചെയ്യാനൊന്നും അറിയുന്നില്ല. ഓക്കെ, PPTയും പോസ്റ്ററും ആണ് ഉള്ളത്. വീഡിയോസിന്റെ സ്റ്റാറ്റസ് എന്താണ്? വീഡിയോസ് ഒരുവിധം എനിക്കറിയാം, പല ആപ്പിലും വെച്ചിട്ട് ചെയ്യാൻ എനിക്കറിയാം. പക്ഷെ ഇതുപോലെ പോസ്റ്റർ തയ്യാറാക്കാനും PPT റെഡിയാക്കാനാണ് അറിയാത്തത്. ഓക്കെ, പോസ്റ്ററും PPT. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറയോ? വീഡിയോന്റെ ആരും പറഞ്ഞിട്ടില്ല. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പറയൂ. സെമീറയാണേ. സിമിറാത്ത പറയൂ. എനിക്കും ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു ഐഡിയ ഇല്ല. വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻഷോട്ടിൽ ചെയ്യും, പിന്നെ അങ്ങനെ ഒരു അതാണ് ഞാൻ റെഡി ആയിക്കോളും. പക്ഷെ ബാക്കിയുള്ള ഇപ്പോ ഈ എന്താ പറയാ നമ്മള് PPT ഉണ്ടാക്കുക, അതേപോലെ പോസ്റ്റർ ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. കൊറേയൊക്കെ ആൾക്കാർക്ക് വീഡിയോ ചെയ്യാൻ അറിയൂല. അപ്പൊ അന്നാളത്തെ ക്ലാസ്സില് മനസ്സിലായി. കൊറേയൊക്കെ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഉണ്ടാക്കലെന്ന് പഠിപ്പിച്ചെന്നില്ലേ, ഇൻസ്റ്റാഗ്രാമൊക്കെ. അന്ന് നമ്മൾ വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നല്ലേ? കൊറേ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ +45ന്റെ ഭാഗമൊക്കെ ആയിട്ട് അങ്ങനെ കനിഷ്കോടൊക്കെ പറഞ്ഞൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. നമുക്കപ്പോ ബാക്കിയുള്ളതിൽ കുറച്ച് കൂടുതൽ നോക്കിയിട്ട് വീഡിയോസ് കൂടി പറയാം അല്ലെ? ഓക്കെ, ഒന്നുകൂടി പറഞ്ഞോളോ വിശദമായിട്ട്? എന്തായാലും പറയാം. ഓക്കെ, പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പഠിച്ചാൽ അധികം ഒന്നാവൂല. കാണുന്നു. പത്നി ചേച്ചിയാണ് നിന്നെ ഒറ്റയ്ക്കായിട്ട് നിന്നെ കാണിക്കുന്നുണ്ട്, അത് കാണുന്നില്ലല്ലോ. ഒറ്റയ്ക്ക് കാണില്ലല്ലോ? അങ്ങനെ നേരിട്ട് കാണില്ലല്ലോ. ചെയ്തിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ്, രണ്ടെണ്ണത്തിലാണ് ഓൺ ചെയ്തത്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ലാപ്ടോപ്പിൽ സൗണ്ട് കുറവാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മൊബൈലിൽ ഓൺ ആക്കിയത്. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോ ക്ലിയർ ഉണ്ട് അല്ലേ?
ആ കുറച്ച് ഞാനിപ്പോ ഏതാണ് നിങ്ങൾക്ക് സ്പോട്ട്ലൈറ്റ് ചെയ്യേണ്ടത്? മൊബൈൽ ചെയ്താൽ മതിയോ? ഇങ്ങനെ കാണുമ്പോഴേ പറയുന്നത് കാണിക്കുന്നത് കാണാൻ പറ്റുള്ളൂ. ഞങ്ങക്ക് നോട്ട് ചെയ്യാനുള്ളതാണ്, ഫോണിൽ എടുക്കണതല്ല, നോട്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, മനസ്സിലായി. ഞാൻ ആപ്പിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തോന്നിയല്ലേ. ഓക്കെ അല്ലേ കാണാൻ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലേ, പറഞ്ഞതില് എനിക്ക് മനസ്സിലായത് നിങ്ങൾ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇൻഷോട്ട് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ? ഇൻഷോട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, പിന്നെ BN യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം, CapCut, അങ്ങനെ നിറയെ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പൊ വീഡിയോയ്ക്കും നമുക്ക് പോസ്റ്റേഴ്സും പ്രസന്റേഷനും എല്ലാം ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ചിലപ്പോൾ അതിൽ ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പോൾ അത് പരിചയമുള്ളവരുണ്ടാവും, എങ്കിലും അറിയാത്തവർക്കായിട്ട് ഞാനതൊന്ന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം പറയാം. അതിന്റെ പേര് എന്ന് പറയുന്നത് ക്യാൻവ എന്നാണ്. കാരണം ക്യാൻവ എന്ന് പറയുന്നത് ആക്ച്വലി MNC കമ്പനി, മൾട്ടിനാഷണൽ കമ്പനികൾ വരെ പ്രൊഫഷണൽ ആയിട്ട് വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്യാൻവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ക്യാൻവ ചിലപ്പോൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും. രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന് മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റും, ലാപ്ടോപ്പിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ കൂടുതൽ ആളുകൾ മൊബൈലിലായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മൊബൈൽ ചെയ്യുന്നവരെ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, നിങ്ങള് ആൻഡ്രോയിഡ് മൊബൈൽ ആണെങ്കിൽ നോർമലി ചെയ്താൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ക്യാൻവ, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, ലാപ്ടോപ്പ് കയ്യിലുള്ളവര് ലാപ്ടോപ്പിൽ ചെയ്യുന്നതായിരിക്കും ഞാൻ കുറച്ചുകൂടെ പറയാം. ലാപ്ടോപ്പ് ഉള്ളവരിട്ടാ, ഇല്ലാത്തവര് നോർമലി പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ക്യാൻവ എന്നുള്ള പ്ലാറ്റ്ഫോം ഒന്ന് കാണിച്ചു തരാം, ഇത് എങ്ങനെയുള്ളതെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, നോർമലി നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ക്യാൻവാന്റെ സ്പെല്ലിംഗ് വരുന്നത്, CANVA എന്നാണ്. ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇപ്പൊ ഷെമിയുടെ താത്ത പറഞ്ഞത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഷോട്ട് എന്നാണ്. അപ്പൊ അതിൽ വീഡിയോ മാത്രമേ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ അതും, പിന്നെ പ്രസന്റേഷന് വേണ്ടി വേറൊന്ന്, പോസ്റ്റർ ഡിസൈനിങ്ങിന് വേണ്ടി വേറൊന്ന്. അപ്പൊ ഇങ്ങനെ ആവശ്യമില്ല. ക്യാൻവയിലാവുമ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയക്ക് വേണ്ട റീൽ ഉണ്ടാക്കാം, യൂട്യൂബിലേക്ക് വേണ്ട ഷോർട്സ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയക്ക് വേണ്ട പോസ്റ്റ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാക്കാം. പ്ലസ് പ്രസന്റേഷനും വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് പല ആളുകളും പ്രസന്റേഷൻ ഉണ്ടാക്കുമ്പോൾ ഒരു വളരെ അധികം അൺപ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു IT ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളൊക്കെ ചെയ്തു എന്ന് തോന്നുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസന്റേഷൻ എന്ത് ചെയ്യാൻ പറ്റും, അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അമേസിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ് ക്യാൻവ. ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ വലിയ കമ്പനികൾ വരെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ ഓൾറെഡി ടെംപ്ലേറ്റുകൾ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോ ആ പേര് നോട്ട് ചെയ്തില്ല എല്ലാവരും? യെസ്, നോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ എല്ലാവരും? ഓക്കെ, ഞാൻ ഇനി അതിന്റെ ഒരു ഡാഷ്ബോർഡാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ എന്താ വെച്ചാൽ പെട്ടെന്ന് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ കുറെ എന്തൊക്കെ കാണും, ആ ഒരു ലെവലായി പോകും. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഡാഷ്ബോർഡും കൂടി ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം, എങ്ങനെ ഇരിക്കും എന്നുള്ളത്. മൊബൈലിലാവുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്ന ഓപ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ബുക്കിൽ എഴുതി വെക്കണം. അതായത് നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് വേണ്ട. സ്റ്റാർട്ടിങ്ങിൽ
ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും, അത് വ്യക്തമായി നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. നോർമൽ വരുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, അതായത് എന്താ പ്ലേ സ്റ്റോറിൽ പോവുക, അത് ലോഗിൻ ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക, അതൊന്നും ഞാൻ പറയണില്ല, കാരണം അതൊക്കെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നോർമലി നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോ അതിനറിയില്ലെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ അടുത്താണ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുക, ഇപ്പൊ ടൈം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് ക്യാൻവ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഓക്കെ, ഈ ഒരു വിൻഡോയില് കുറെ ഓപ്ഷൻസ് ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെനു ഓപ്ഷൻ കാണും. മെനു കേട്ടോ, ശേഷം ക്രിയേറ്റ്, ദെൻ ഹോം, പ്രൊജക്ട്, ടെംപ്ലേറ്റ്, ഇങ്ങനെ നിറയെ ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇതില് ഫസ്റ്റത്തെ ഓപ്ഷൻ ഇത് മെനു ആണ്, നോർമലി മെനു എന്ന് പറയുന്നത്. അതിന് താഴെ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ. പ്ലസ് എന്ന് പറയുന്നത് ആഡ് ചെയ്യാം, പുതിയതായിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയി എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അവിടെ പ്ലസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ പ്ലസ് എന്ന് പറയുന്നത് എപ്പോഴും പുതിയതിനെയാണ് സൂചിപ്പിക്കുന്നത്, ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് വേണ്ട ഡിസൈൻ അത് എപ്പോഴും പുതിയതായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹോം, ഇപ്പൊ നമ്മൾ കറന്റ്ലി നിൽക്കുന്നത് ഹോമിലാണ്, ക്യാൻവ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ ഹോമിലാണ്. ദെൻ പ്രൊജക്റ്റ് ആണ്, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഡിസൈൻസോ വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രൊജക്റ്റിന്റെ ഉള്ളിലാണ് കാണുക കേട്ടോ. ഇത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഹോം ആണ് നിങ്ങളുടെ ഫസ്റ്റ് പേജ്. പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത വർക്കുകളൊക്കെ ഇതിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ മൊബൈലിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ആവുന്നുണ്ടാവുക. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. മൊബൈല് ഇപ്പൊ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടൂല. ഇത് കറക്റ്റ് എഴുതാൻ ഏറ്റവും നല്ലത് ഈ വ്യൂ ആണ്, പ്രൊജക്റ്റ്. ഓക്കെ, ഈ രണ്ട് പോയിന്റ്സ് ജസ്റ്റ് എഴുതി വെക്കുക. അപ്പൊ അത് മതി. അതിനുശേഷം ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഫെസിലിറ്റികൾ ഈ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കുറച്ച് സ്കൂളുകളൊക്കെ കാണുന്നില്ലേ, ഇത്രയും കാര്യങ്ങള് മിനിമം ബേസിക് ആയിട്ട് തന്നെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റും. നോക്കുക, ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, പിന്നെ എക്സൽ പോലെ. സ്ക്രീനിൽ ആരോ കളിക്കുന്നുണ്ട്, ശ്രദ്ധിക്കാം. ഇത് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചേച്ചിയാണോ? ഹലോ, ഇത് മ്യൂട്ടാണ്. ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പറയോ? മൊബൈലില് ചെയ്യുന്നത് ലാപ്പിൽ ചെയ്യുന്നതല്ല കാണിച്ചത്. അല്ല, ഞാൻ ഈ കാണിച്ചതാ. കാരണം ഈ ഒരു വ്യൂ ഇത്രയും കറക്റ്റ് ആയിട്ട് എനിക്ക് കേൾക്കുന്നുണ്ട്. എന്താ ഇത് മൊബൈലിൽ ഞാൻ ചെയ്യുന്ന അതിലേക്ക് വരാം, മൊബൈലിൽ കാണിച്ചു തരാം. ഇപ്പൊ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതേ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? കാരണം വെച്ചാൽ മൊബൈലിൽ ഈ വ്യൂ കിട്ടൂല, നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. അപ്പൊ ഇത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചിരുന്നത്. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ സൈസ് കാണിക്കുന്നത് ഓരോ പോസ്റ്റുകൾക്ക് ഓരോ സൈസാണ്. അപ്പൊ നാളെ നിങ്ങൾ സോഷ്യൽ മീഡിയ നന്നായിട്ട് ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന സമയത്തേക്ക് സൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊരു പോസ്റ്റ് ഇടുന്ന സമയത്ത് 1080 എന്നുള്ള സ്ക്വയർ ടൈപ്പ് ആണ് വരിക. പക്ഷെ റീലിന്റെ സൈസ് എന്താവും 1080 19-20 പിക്സലിലാണ് വരിക. അതൊക്കെ വ്യത്യാസമുണ്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാണ് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഷീറ്റ് ആണ്, അതിപ്പോ വേണ്ട. പിന്നെ ഡോക്യുമെന്റ്, ഇതും വേണ്ട. പ്രസന്റേഷൻ ആണ്. അതിനുശേഷം സോഷ്യൽ ലിങ്ക്ഡിൻ, ട്വിറ്റർ, അങ്ങനെ നിറയെ പ്ലാറ്റ്ഫോമുകൾ. ഇവിടെ
സ്വന്തം നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിലും അതും ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു ക്യാൻവ എന്ന് പറയുന്നത്. അപ്പൊ അതില് കുറെ ഡിസൈനുകൾ, സൈസുകളും എല്ലാം അതിൽ ക്യാൻവ ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണോ അത് ക്ലിക്ക് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, അത്രേ വേണ്ടുള്ളൂ. ഇവിടെ കണ്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു കോഴ്സ് ഡിസൈൻ, അതുപോലെ സ്റ്റോറി, റീല്, മൊബൈൽ വീഡിയോ, പിന്നെ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇനിയും ഉണ്ട് നിറയെ സൈസുകൾ. കണ്ടോ? ഇതൊക്കെ ഓരോരോ സൈസുകളാണ്. ഇപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് വേണ്ടി വീഡിയോ സൈസ് ആണെങ്കിൽ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി സെലക്ഷൻ ഇതിലുണ്ട്. ഒരുപാട് ടൈപ്പ് നിങ്ങൾക്ക് ടെംപ്ലേറ്റ് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കാർഡ്, സർട്ടിഫിക്കറ്റ് ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ല. കുറെ ഓപ്ഷൻസ് ഇതിലുണ്ട്. നിങ്ങൾ നോക്കുക, ഫ്രീ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കുക എനിക്ക് എന്തൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റുന്നുള്ളത്. പിന്നെ താഴേക്ക് എടുക്കുമ്പോൾ നിറയെ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഓക്കെ, വീഡിയോസിന്റെ സൈസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു മിനിമം കാര്യങ്ങൾ ഇതില്. പിന്നെ അടുത്ത പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് ഒന്ന് നിങ്ങളുടെ പ്ലാറ്റ്ഫോം, അത് മസ്റ്റ് ആയിട്ട് വേണം. അപ്പൊ നമ്മൾ പ്ലാറ്റ്ഫോം ഓൾറെഡി സെലക്ട് ചെയ്തു. രണ്ടാമത് വേണ്ടത് നിങ്ങൾക്ക് കണ്ടന്റ്. നിങ്ങൾ എന്ത് കണ്ടന്റ് ആണ് ആ വീഡിയോയിലൂടെ നിങ്ങളുടെ ഓഡിയൻസിന്, കസ്റ്റമർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ആ കണ്ടന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും എഴുതി വെക്കുകയോ നോട്ട് ചെയ്ത് വെക്കുകയോ ഒക്കെ ചെയ്യുക. കാരണം അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഓപ്ഷൻ. കാരണം ആ കണ്ടന്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി എഡിറ്റിംഗ് ചെയ്യുന്നത് പെർഫെക്റ്റ് ആവും. അതൊന്ന്. രണ്ടാമത്തത്, ആ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം. ചിലപ്പോൾ മൊബൈൽ നമ്പർ വേണ്ടി വരും, ലോഗോ വേണ്ടി വരും, അഡ്രസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും. ക്ലബ് ഓണേഴ്സ് ആകുമ്പോൾ അഡ്രസ് ആഡ് ചെയ്യാം, എല്ലാവർക്കും ആഡ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പൊ ആ രീതിയിലേക്ക് വരുമ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ടൈപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ തന്നെയാണ് കാണിച്ചു വരുന്നത്. കാരണം എന്താ വെച്ചാൽ കുറച്ച് ഓപ്ഷനും കൂടി ഇതിൽ കാണാനുണ്ട്. അതിന് ശേഷം ഞാൻ മൊബൈലിൽ ചെയ്തരാട്ടോ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇതുവരെ? 2 പ്രാവശ്യം കാണിച്ചു തരാം, മൊബൈലും കാണിച്ചു തരാട്ടാ. കാരണം ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ ഈ ഒരു സ്ക്രീൻ വ്യൂ കുറച്ച് വലുതായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ തന്നെ കിട്ടണം. അതുകൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? അങ്ങനെ ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. യെസ്. അപ്പൊ ഞാന് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് റീലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. റീൽ എടുക്കുമ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു, ഇൻസ്റ്റാഗ്രാം റീലിന് കാണാലോ അല്ലെ? ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇതുപോലെയാണ് വ്യൂ വരിക. കണ്ടില്ലേ? ഇങ്ങനെയാണ് വ്യൂ വരിക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ മൊബൈലിന്റെ ഒക്കെ സ്റ്റാറ്റസ് ഇല്ലേ, വാട്സപ്പിലൊക്കെ ഈ ഒരു സൈസാണ്. ഈ ഒരു സൈസ് എന്ന് പറയുമ്പോൾ 1080, 1900 സൈസ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യണോട്ടാ. നമ്മളിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യും, ആ വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി വീഡിയോ വീഡിയോയില് ഇതിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് ശ്രദ്ധിച്ചു. ഈ നിങ്ങളുടെ മൊബൈലില് എന്റെ സൗണ്ട് ഓക്കെ? ഡിസ്റ്റർബൻസ് ഉണ്ട്, എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് അറിയില്ല.
ഒരു മിനിറ്റ്. ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ ഓക്കെ ആണോ? സൗണ്ട് ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, നെറ്റ് ഇതായതാന്ന് തോന്നുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാനേ ഇവിടെ കാണിക്കുന്നത്, അപ്പൊ നിങ്ങളെല്ലാവരും ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു വിചാരിക്കാം. ഞാനൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഇവിടെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആ വീഡിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതാക്കി എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം അല്ലെ. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കുന്നത് നമ്മുടെ ഓക്കെ, ഞാനിപ്പോ ഒരു വീഡിയോ എടുത്തു. നിങ്ങൾ മൊബൈലിൽ എടുത്ത നമ്മുടെ രഘുവേട്ടന്റെ ഒരു വീഡിയോ ആണ്, ജസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു മൊബൈലിൽ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യാം, ഈ ക്യാൻവ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. റീൽ സൈസ് ആണെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ വേണേലും മൂവ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. പ്ലസ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ ആ വീഡിയോ ഇവിടെ കാണും ചെയ്യും. അതിന്റെ വോയിസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് കാണുന്നില്ലേ, മൗസ് പോയിന്റർ ഇളകുന്നിടത്ത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു സ്റ്റാർട്ട് ഫസ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുക. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് പറയുമ്പോൾ ഞാൻ ഇപ്പൊ ഈ സൈഡിലുള്ള ഒന്നിലേക്കും പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം ഇത് കഴിഞ്ഞിട്ട്. ഇനി ഇത് എന്തെയാണെന്ന് വെച്ചാല് ഈ ഒരു സൈസിലേക്ക് നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് സെക്കൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നോക്കുക, ഇത്ര ഏരിയ ബ്ലാങ്ക് ആണ്. അപ്പൊ ഈ ഏരിയയിലേക്ക് ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഈ കോർണറിൽ ഈ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈനും കാണാം, ഇവിടെ ഒരു റൗണ്ടും കാണാം. കോർണറിൽ കാണുന്നില്ലേ? ഓക്കെ, കോർണറിൽ ഒരു റൗണ്ടും ഇവിടെ ഒരു ലൈനും കാണാം. ഇതെന്ത് ചെയ്യാന്ന് വെച്ചാല് വീഡിയോ ജസ്റ്റ് ഒന്നിങ്ങനെ, നമ്മുടെ മീറ്റിംഗ് 10 മിനിറ്റ്സ് ആണ് ഈ ബാലൻസ് ഉള്ളത്. കോച്ച് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, കട്ടായി കഴിഞ്ഞാൽ ഒന്നുകൂടി കയറിയാൽ മതി കേട്ടോ. അപ്പൊ ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോ ആ സൈസിലേക്ക് ഫിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടില്ല, ഇത്രയും ഫിറ്റ് ചെയ്ത് വെച്ചു. ഇനി നോക്കുന്ന സമയത്ത് താഴെ ഇനിയും സ്പേസ് ബാക്കിയാണ്. അപ്പൊ എന്ത് ചെയ്യണം, താഴെ കാണുന്ന ഈ ഒരു ഇതിലും കൂടി ജസ്റ്റ് എന്ത് ചെയ്യുക, താഴേക്ക് വലിക്കുക, ആ എഡ്ജ് വരെ വലിക്കുക. അപ്പൊ വീഡിയോ എന്ത് ചെയ്യും, സൈഡിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാല് യെസ്, ആ സൈസിലേക്ക് വീഡിയോ കിട്ടി. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? ഡ്രാഗ് ചെയ്തതും ഇതൊക്കെ ശ്രദ്ധിച്ചില്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ വീഡിയോ ഫസ്റ്റ് ഫിറ്റ് ആയി. ഇനി നിങ്ങൾക്ക് വേണ്ടത്, ചില ആളുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനിടയിലും സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിട്ട് കട്ട് ചെയ്യാനും ചിലപ്പം നമ്മൾ സംസാരിച്ചത് മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെ. അങ്ങനത്തെ കേസിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്തിട്ട് എവിടെയാണ് നമുക്ക് ആ പ്രോബ്ലം വരുന്നത് എന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 20 സെക്കൻഡ് അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവിടെ ക്രോപ്പ് ചെയ്ത് എനിക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ സമീർ താത്ത പറഞ്ഞ ഇൻഷോട്ടിൽ ചെയ്തെന്ന് പറഞ്ഞേ, ഓൾമോസ്റ്റ് അതൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് വരിക. പിന്നെ നിങ്ങൾക്ക് ഇനി ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന ഓപ്ഷനാണ് ഒന്ന് പറയുന്നത്. ടഫ് ആക്കണില്ല കേട്ടോ, ഒന്ന് സിമ്പിൾ ആക്കിയിട്ടാണ് പറയുന്നത്. ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന ഓപ്ഷനാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോ ഇൻഷോട്ട് ആയിക്കോട്ടെ, VN ആയിക്കോട്ടെ, ക്യാൻവ ആണെങ്കിലൊക്കെ ഈ ടി എന്ന് പറയുന്ന ഐക്കൺ ആണ് കാണുക. ഇവിടെ കണ്ടോ, ഈ ഒരു നീല അതിന്റെ അവിടെ ടി എന്ന് പറയുന്ന ഐക്കൺ. ഈ ടിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ ഹെഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഹെഡിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഹെഡിങ് നിങ്ങളുടെ വീഡിയോയിലേക്ക് ഫ്രണ്ടിലേക്ക് വരും. ഇത് ഒരു ഓപ്ഷനാണ്.
ഇനി അതല്ലെങ്കിൽ കുറച്ചുകൂടെ ചെറിയ ഹെഡിങ് ആണെങ്കിൽ സബ് ഹെഡിങ് ഉണ്ട്, പിന്നെ അതിനേക്കാൾ ചെറുതുണ്ട്. ഇനി അതൊന്നുമല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പ്രീ ടെംപ്ലേറ്റ് പോലുള്ള ടെക്സ്റ്റ് മോഡലാണ് വേണ്ടത്, കുറച്ചൊക്കെ കളർഫുൾ ആയിട്ടൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് തൊട്ട് താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ കാണാം. ജസ്റ്റ് ഒന്ന് ഡിഫറെന്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അത് നിങ്ങളുടെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലായി എന്ന് തോന്നുന്നവരൊന്ന് പറയോ, ആരെങ്കിലും ഒരാള്? ഓക്കെ ഓക്കെ, ഫൈസൽക്ക ഒന്ന് പറയും. ഫൈസൽക്ക. ബ്രോ, പറയൂ നമ്മള് പറയൂ. ഓപ്പൺ ആക്കിയിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മനസ്സിലായി, അതുപോലെ തന്നെ ടെക്സ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഏത് രീതിയിൽ നമുക്ക് കട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? ടി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ നമുക്ക് ടെക്സ്റ്റ് ഓപ്ഷൻസ് സൈഡിൽ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് മോഡൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ജസ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ വീഡിയോയിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ. പിന്നെ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മൊബൈലിലാണെങ്കിലും ലാപ്പിലാണെങ്കിലും ഒറ്റ ഇതേ ഉള്ളൂ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട്, മൊബൈലിലാണെങ്കിൽ നിങ്ങളുടെ ടച്ച് പാഡ് യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ലാപ്പിലാണെങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, ചെറിയ ചെറിയ ഡിഫറൻസ് ഇത്രേ ഉള്ളൂ. ഓക്കെ, അതെ, ഒരു സംശയം. ഇത് വെച്ച് പറയും. പറയൂ. അത് ക്രോപ്പ് ചെയ്യണം പറഞ്ഞല്ലോ, ടെക്സ്റ്റ് ഇത് വേണ്ടാത്തത് നമുക്ക് അതൊന്നും കൂടി പറഞ്ഞുതരുമോ? വീഡിയോ ആണ് നമുക്ക് വേണ്ട വീഡിയോ. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ റെക്കോർഡിന്റെ പേര് ആഡ് ചെയ്തു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ക്രോപ്പ് ചെയ്യുന്നേ വരാം കേട്ടോ. ഈ പേര് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ പേര് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഈ പേര് കാണിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഒരു വയലറ്റ് കളർ കണ്ടോ, ആ കളറ് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോ ഈ ഒരു പേര് കൊടുത്തപ്പോ എൻഡ് വരെ ഉണ്ട്. നിങ്ങൾക്ക് എത്ര ടൈം വരെയാണോ ആ പേര് കാണിക്കേണ്ടത്, ഇപ്പൊ സ്റ്റാർട്ടിങ് ടു ഒരു എത്ര സെക്കൻഡാ? ലിങ്ക് ഇപ്പൊ കട്ടൗട്ടോ. ഓക്കെ, ഒന്നുകൂടെ ജോയിൻ ചെയ്താൽ ക്യാൻവ, ഗൂഗിളിൽ പോയിട്ട് ക്യാൻവ എടുത്തിട്ട് ആ ഒരു ഫ്ലാറ്റ് ആദ്യം നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ മെനു ഓപ്ഷൻ കാണും, അതിന് താഴെ പ്ലസ്, അങ്ങനെയുള്ള വീഡിയോ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ ഓപ്ഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് ആ പ്ലസിന്റെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഹോം ഫസ്റ്റ് പേജ് ക്രിയേറ്റ് ഡിസൈനിങ് എടുക്കുന്ന സമയത്തുള്ള സംഭവം എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. വീഡിയോ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോം കാണേണ്ട അതിൻ്റെതായ രീതികളുണ്ടല്ലോ, അത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് അത് ഷൂട്ട് ചെയ്തിട്ട് അത് എങ്ങനെ നമ്മള് പിന്നെ അത് എന്താ പേര്, നമ്മൾ ഷൂട്ട് ചെയ്യല്ലോ, നമ്മൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് അപ്ലോഡ് പിന്നെ അത് എങ്ങനെ നമ്മള് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കൊടുക്കുമ്പോ നമുക്കത് അറിയണ്ടേ. അപ്പൊ അതിന്റെ രീതി എങ്ങനെയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോന്റെ സൈസ്, വീഡിയോ സെലക്ട് ചെയ്യുന്നത് മനസ്സിലായോ? അത് മനസ്സിലായിട്ടുണ്ട്. ആ സൈസ് നമ്മൾ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ, അതിലേക്ക് വീഡിയോ ആഡ് ചെയ്യുന്നത്, ടെക്സ്റ്റ് എടുക്കുന്നത് ഒക്കെ ക്ലിയർ ആയോ? പിന്നെ എനിക്കൊരു വീഡിയോ എടുത്ത് നമ്മളിങ്ങനെ അതിങ്ങനെ ഒരു ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇടല്ലോ, അതായിരുന്നു മനസ്സിലാവാത്തത്. അപ്പൊ അതിപ്പോ പറഞ്ഞപ്പോ മനസ്സിലായി, രഘുവേട്ടന്റെ ആ വീഡിയോ എടുത്ത് കാണിച്ചു തന്നപ്പോ അതിപ്പോ ഇനിയിപ്പോ നമ്മൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതിനെ ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഈ സ്ക്രീനിൽ കാണുന്ന എല്ലാ ഓപ്ഷൻസും
കറക്റ്റ് എഴുതി വെക്കുക. കാരണം ഇത് മൊബൈലിൽ ഈ ഓപ്ഷൻസ് ഒന്നും കാണൂല നിങ്ങൾക്ക്. ഇതിൽ നിങ്ങൾക്ക് വായിക്കാനും അത് ശ്രദ്ധിക്കാനും നോട്ട് ചെയ്യാനും പറ്റും. മൊബൈലിൽ ഇത്രയും നിങ്ങൾക്ക് വിസിബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യണം എന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും ഉണ്ടോ ഇതിൽ ഇനി ഡൗട്ട് ഉള്ളവര്? അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. അനൂപേ, ഇത് മൊബൈലില് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ നമ്മള് ഇതിൽ കാണുന്ന പോലത്തെ ഒരു വിൻഡോ അല്ലല്ലോ വരുന്നത്. അതിനാണ് ഞാൻ പറയുന്നത്, ഇതിൽ കാണുന്ന സെയിം ഓപ്ഷൻ ആയിരിക്കും അതിനുണ്ടാവുക. പക്ഷെ അതിലെന്താ വെച്ചാല് മൊബൈൽ വ്യൂ അല്ലേ, ചെറുതല്ലേ, അപ്പൊ എല്ലാ ഓപ്ഷൻസും കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മുടെ മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവത്തില്ല. അപ്പൊ ഇതിൽ എന്ത് ചെയ്യണം വെച്ചാൽ ആദ്യം നിങ്ങളിതിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് എഴുതി വെക്കുക. അത് ഞാൻ ലാസ്റ്റത്തെ ഒരു പാർട്ട് മൊബൈലിൽ തന്നെ ഞാൻ കാണിച്ചു തരും. അപ്പൊ ഒന്നും കൂടി പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടോ അല്ലെ? ഓക്കെ. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് ലാസ്റ്റ് ഒരു 5 മിനിറ്റ് മതി അത് കൺവേ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ഞാൻ ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്യാം. എല്ലാവരും വന്നല്ലോ അല്ലെ? ഓക്കെ. നമ്മളെ വീഡിയോക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ ഗീത ചേച്ചി പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് എങ്ങനെ ക്രോപ്പ് ചെയ്യുക, നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം എങ്ങനെ കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ എക്സാമ്പിൾ നോക്കുക. ഇത് ഏകദേശം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ഉണ്ടെന്ന് അറിയോ? 1.4 ആണുള്ളത്. 1.4 ആണ് ഈ വീഡിയോ ഉള്ളത്. ഇതില് ചിലപ്പോ നമുക്ക് ഇതിന്റെ സെന്ററിൽ ഇവിടെ ആയിരിക്കും നമുക്ക് ക്രോപ്പ് ചെയ്യണുണ്ടാവുക അല്ലെ. ഈ ക്രോപ്പ് ചെയ്യുമ്പോൾ ഈ വീഡിയോയില് മൊബൈലിലാണെങ്കിലും ഇതിലൊക്കെ അങ്ങനെ തന്നെ വരാം. ജസ്റ്റ് എവിടെയാണ് നിങ്ങൾ കട്ട് ചെയ്യേണ്ടതെന്നുണ്ടാവും. ഓക്കെ. ഇപ്പോ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഉണ്ടാവുക. നമ്മുടെ സെമീർ താത്ത ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, കട്ട് ചെയ്തിട്ടുണ്ടോ വീഡിയോ? വീഡിയോ ഇങ്ങനെ കിട്ടാറുണ്ട്. ക്രിയേറ്റ് ന്യൂ ഇങ്ങനെ ഇതിലെടുത്ത് വീഡിയോ നോക്കിയിട്ട് പിന്നെ ഗാലറിക്ക് വരും. ഗാലറിയിലേക്ക് വന്നിട്ട് അതിന് റെഡി ആക്കിയതിന് ശേഷം ക്രിയേറ്റ് ന്യൂ കൊടുക്കും. അങ്ങനെ വീഡിയോ ആക്കിയിട്ട് ഇടലുണ്ട്. ഞാൻ ചോദിച്ചതേ, വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോ കട്ട് ചെയ്യുക, ക്രോപ്പ് ചെയ്യുക ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ തന്നെയല്ലേ യൂസ് ചെയ്യാറ് മൊബൈലില്? അത് ഒരു എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത്. കട്ട് ചെയ്യാനാണോ ചോദിക്കുന്നത്? അതെ അതെ അതെ. കട്ട് ചെയ്യലുണ്ട്. അതില് ഞാൻ ഡബിൾ വരുന്നത് ഒഴിവാക്കലുണ്ട്, ലോങ് ഉള്ളത് കട്ട് ചെയ്യലുണ്ട്. ഓക്കെ. അപ്പൊ കട്ട് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുക. നോട്ട് ചെയ്തോ? ഓക്കെ. സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് യൂസ് ചെയ്യാം. ഐക്കൺ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. എല്ലാവരും നോട്ട് ചെയ്യാൻ. ആദ്യത്തെ ചോദിച്ചത് ഒന്നും കൂടി ഞാൻ പറയാണ്. നിങ്ങളുടെ മൊബൈലില് എന്ത് ഓപ്ഷൻ ഉണ്ടെങ്കിലും ഐക്കൺസ് ശ്രദ്ധിക്കുക. ഓരോ ഐക്കൺസും നോക്കുക. കണ്ടോ? കോപ്പി ചെയ്യാൻ ഈ ഐക്കണാണ്, പേസ്റ്റ് ചെയ്യാൻ ഈ ഐക്കണാണ്. ഈ ഐക്കൺസ് ആണ് നിങ്ങളുടെ മൊബൈലിൽ കാണിക്കുക. ഓക്കെ. ആഡ് പേജ്, സൈസ് കൺട്രോൾ ചെയ്യാൻ, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ ഇങ്ങനെയാണ് ഐക്കൺ വരിക. ഡിലീറ്റ്, ദെൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പ്ലിറ്റ്, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ, ഈ ഐക്കണാണ് വരിക. അപ്പൊ നിങ്ങൾ ഈ മൊബൈലിൽ എടുക്കുമ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഈ ഐക്കൺസ് ആണ്. ഈ പേരൊന്നും കാണിക്കൂലായിരിക്കും, കാണിക്കും ചെറുതായിരിക്കും. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഈ ഒരു വീഡിയോ കട്ട് ചെയ്തു. പിന്നെ നിങ്ങൾ ഓക്കെ, ഇതില് ഇവിടം മുതൽ ഇവിടം വരെ ഇത്രയും സെക്കൻഡ് പ്ലേ ചെയ്ത് നോക്കിയപ്പോ രഘുവേട്ടൻ പറഞ്ഞത് മിസ്റ്റേക്ക് ആണ്, അത് എന്തോ ഒരു കറക്റ്റ് അല്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ പോയിന്റ് കൊണ്ടുവച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രം എന്താവും, ചെറിയൊരു പോർഷൻ ആയിട്ട് മാറും. അപ്പൊ ഈ പോർഷൻ എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നേരെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മൊബൈലിലാണെങ്കിലും വരിക ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി. എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ ഇവിടെ മുതലാണ് ഇത് പ്ലേ ആവുക.
ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ആ മിസ്റ്റേക്ക് ഉള്ള പാർട്ട് അവിടുന്ന് പോയി. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുക. ക്ലിയർ ആയില്ലേ? ഗീതേച്ചി ചോദിച്ചിട്ടുണ്ടായത് ക്ലിയർ ആയോ? അത് ഏത് ഐക്കണാ ക്ലിക്ക് ചെയ്യാന്ന് പറഞ്ഞ ഒന്നുകൂടി പറയണം. ഞാൻ ഒന്നുകൂടി കാണിക്കുന്നുണ്ട്. ഈ സ്പ്ലിറ്റ് Split എന്ന് പറയുന്ന എടുത്തിട്ട് ഓപ്ഷൻ, സ്പ്ലിറ്റ് ക്ലിക്ക്, ഒരു മിനിറ്റ്. ഈ സ്പ്ലിറ്റ് കണ്ടോ? ഈ ഐക്കൺ കണ്ടോ? വേണമെങ്കിൽ റഫ് ആയിട്ടൊന്ന് വരച്ചു വെച്ചോ. ഇതാണ് മൊബൈലിൽ കാണിക്കുക. അത് ക്ലിക്ക് ചെയ്താൽ മതി. എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അതിന്റെ സ്റ്റാർട്ടിലും ആ സെലക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്യാം. എവിടെയാണോ നിങ്ങൾക്ക് എൻഡ് അവിടെ അത് കറക്റ്റ് മൗസ് പോയിന്റർ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് അത് റിമൂവ് ചെയ്താൽ മതി. അപ്പൊ യൂസ് ചെയ്യേണ്ട ബട്ടൺസ് ഏതൊക്കെയാണ്? സ്പ്ലിറ്റ് ബട്ടൺ, ഡിലീറ്റ് ബട്ടൺ. രണ്ട് ബട്ടൺസ് ആണ് ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. മൊബൈലില് ഐക്കൺ, ഈ ഐക്കൺ തന്നെ വരാം. ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം, ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇപ്പൊ എല്ലാവരും നോട്ട് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. ഓക്കെ, അപ്പൊ ക്രോപ്പ് ചെയ്യുന്നത് ഈ പാർട്ട്. ഇനി നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യണ്ടേ? മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം. അത് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാം. അവിടെ ഒക്കെ നിങ്ങൾക്ക് പോപ്പപ്പ് ആയിട്ട് കൊടുക്കാം. അപ്പൊ എങ്ങനെ മൊബൈൽ നമ്പർ കൊടുക്കുന്നത് നോക്കാം. നമുക്കൊന്ന് മൊബൈൽ നമ്പർ കൊടുത്തു നോക്കിയാലോ? ഓക്കെ, ജസ്റ്റ് ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തു. കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഐക്കൺസ് കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, കുറെ കാര്യങ്ങളുണ്ട്. അതുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിക്കാം. ചിലപ്പോ നിങ്ങൾക്ക് അതൊരു കട്ടയിൽ കൊടുക്കാൻ പറ്റില്ല, ചതുരക്കട്ട പോലെ. അതെ, അതൊക്കെ നമുക്ക് അത് കിട്ടുന്ന ഓപ്ഷൻ പറഞ്ഞുതരാം. എലമെന്റ്സ് എന്ന് പറയുന്ന ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. ഇതിന്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ഇതുപോലെ ചതുരക്കട്ടയും ബോക്സും മ്യൂസിക്കും ടെക്സ്റ്റും എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. റെക്കോർഡ് ഓപ്ഷൻ അല്ലെങ്കിൽ വോയിസ്, എന്ത് ഓപ്ഷൻ വേണമെങ്കിലും ഉണ്ട് എന്നിപ്പോ മൈൻഡിൽ വെച്ചോ. ഇപ്പൊ എല്ലാം കൂടി എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബാക്കിയുള്ളതിലൊക്കെ ഉള്ളതിൽ പോലെ തന്നെ. അപ്പൊ എന്ത് ചെയ്യാ, ടെക്സ്റ്റ് കൊടുക്കുക. വേണ്ട രീതിയിലേക്ക് ഇതിനെ അലൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ കോൾ നൗ എന്നുള്ള ഓപ്ഷനും കൂടി കൊടുക്കുക അല്ലെ. ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ വേണ്ടാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. എവിടെ വരെയാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അത് ത്രൂ ഔട്ട് കാണിക്കും. ഇതുപോലെ തന്നെ എവിടെയാണ് സ്റ്റാർട്ട് എവിടെയാണ് എൻഡ് കറക്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഇതിന്റെ ഔട്ട്പുട്ട് അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന വേയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ഇത് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാല് നിങ്ങളുടെ നമ്പർ ഓക്കെ ആ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും, പ്ലേസ് ചെയ്ത് പോകും. പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. ഇനി ഇത് ഇതേ സാധനത്തിന് നിങ്ങൾക്ക് ഒരുപോലെ ഒരേമാതിരി ചെയ്യണം എന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യാം, ഇത് മാത്രം നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോർമലി ഇത്രയും കാര്യങ്ങളാണ് വീഡിയോ എഡിറ്റിങ്ങിൽ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ബേസ് ലെവലിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളെ ലോഗോ ആണെങ്കിൽ ലോഗോ ഇവിടെ ആഡ് ചെയ്ത് പ്ലേസ് സെറ്റ് ചെയ്യാം. സം കേസസിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റിലും നമുക്ക് ലോഗോ ആഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആഡ് പേജും കൂടി കൊടുക്കുക, പ്ലസ്. എന്നിട്ട് ഒരു ബ്ലാങ്ക് പേജ് ആക്കി വെക്കുക. ഇതിൽ എന്ത് ചെയ്യണം, നമുക്ക് നിങ്ങളുടെ ലോഗോ
മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് ഒരു ടെംപ്ലേറ്റ് ജസ്റ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിലെന്ത് ചെയ്യാം, ലാസ്റ്റ് ഇപ്പോ രഘുവേട്ടന്റെ ക്ലബിന് ചിലപ്പോൾ ഒരു പേരുണ്ടാവില്ലേ, അല്ല എനിക്കറിയില്ല കറക്റ്റ് ചെയ്താണ്. അപ്പോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൾ നൗ കൊടുക്കാം, അപ്ലൈ നൗ കൊടുക്കാം, കോണ്ടാക്ട് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, രജിസ്റ്റർ നൗന്നോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അത് കൊടുക്കാം. ഒരു വെയിറ്റ് ലോസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അപ്ലൈ നൗ കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്താൽ മതി. ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എന്തെങ്കിലും ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് രഘുവേട്ടന്റെ തന്നെ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം അല്ലെ. കാരണം ഞാൻ ഇത്തിരി സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഈ ലെവലിൽ പറയണത്. നോക്കാം, രഘുവേട്ടന്റെ ഫോട്ടോ ഇതിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. ഇതല്ലേ രഘുവേട്ടന്റെ ഫോട്ടോ അല്ലേ? ഫോട്ടോ കാണിച്ചു. ഓക്കെ, ഇതിലെ ഇതൊരു ഫുൾ ഫോട്ടോ ആണ്. PNG ഫോർമാറ്റ് എന്നാണ് പറയാ. PNG നോട്ട് ചെയ്ത് വെച്ചോട്ടോ, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. PNG എന്നാണ് കേട്ടോ, കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങളുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ കിട്ടണമെങ്കിൽ ഞാനത് ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. PNG എന്നാണ് പറയാം. അപ്പൊ ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു എലമെന്റ്സിൽ പോവുക. ഇതിൽ ഫ്രെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഫ്രെയിം, FRAME. ഫ്രെയിം എടുത്തു കഴിഞ്ഞാല് ഇവിടെ കണ്ടേ സ്ക്വയർ ടൈപ്പ്, റൗണ്ട് ഷേപ്പ്, നിറയെ ഷേപ്പുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോ ഒരു റൗണ്ട് എടുത്തു. ഇതില് നമുക്കിവിടെ സെന്റർ പൊസിഷനിൽ വെച്ചിട്ട് രഘുവേട്ടൻ അതിലേക്ക് കൊണ്ടുവരാം അല്ലേ. അപ്പോ ഓക്കെ, ഓക്കെ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രഘുവേട്ടന്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുത്ത് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആവും. അപ്പോ രഘുവേട്ടന്റെ പേരൊന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ദെൻ കോപ്പി ചെയ്യുക. നമ്മളാ പറഞ്ഞ എന്താ പറയുന്നത്, വെൽനസ് കോച്ച്. ഇത് നിങ്ങൾക്ക് എല്ലാ വീഡിയോന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പറും എല്ലാം നിങ്ങൾ കറക്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ജോയിൻ നവോ എന്ത് വേണമെങ്കിലും കൊടുക്കാം, നിങ്ങളുടെ ലൊക്കേഷനോ. ഓക്കെ,
ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഞാൻ പ്ലേ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ഒരു പോയിന്റ് കൂടി കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഇമേജ് ആഡ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ബിഫോർ ആഫ്റ്റർ സെറ്റ് ചെയ്യുന്ന സമയത്ത് രഘുവേട്ടൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ ബിഫോർ ആഫ്റ്റർ ഒക്കെ ചെയ്യേണ്ടി വരില്ലേ? നോർമലി ചെയ്യുന്ന മാതിരി തന്നെ ഓക്കെ. നമുക്കൊരു പിക്ചർ ഇതിൽ ആഡ് ചെയ്യണം. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച ഏതെങ്കിലും പിക്ചർ ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കാം. ഈ ഒരു പിക്ചർ ഇതിന്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരണം അല്ലെ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രഘുവേട്ടൻ പറയുന്നത് ഒരു ഫുഡ് ഹാബിറ്റിനെ കുറിച്ചാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ സമയത്ത് ആ പിക്ചർ അവിടെ വരണം. അപ്പൊ എന്ത് ചെയ്യണം, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ആ പിക്ചർ. നമുക്ക് എത്ര ടൈമാണോ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് ആ സമയം വരെ മാത്രം, ഈ സമയം മുതൽ പറയുന്നത് അതിനെ കുറിച്ചാണെങ്കിൽ ആ സമയത്ത് ആ പിക്ചർ അവിടെ വന്നോളും. ആ ഒരു ടോക്ക് കഴിഞ്ഞാൽ ആ പിക്ചർ ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. പിന്നെ സംസാരിക്കുന്നത് ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചാണ് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും, അതിനെ കുറിച്ച് അപ്പൊ ആ പിക്ചർ അവിടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. ഈ ഒരു ഇതില് എനിക്ക് ഓരോ സെക്ഷന്റെ ഇതിങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞത് ടെക്സ്റ്റ് ആഡ് ചെയ്യല്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ലോഗോ, ലാസ്റ്റ് ബ്രാൻഡ്, ക്രോപ്പ് ചെയ്യല്. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ എനിക്ക് വേണ്ട എലമെന്റ്സ് സെലക്ട് ചെയ്യുന്നത് എലമെന്റ്സിലാണ്. ടെംപ്ലേറ്റുകൾ വേണമെങ്കിൽ ഇവിടെ ഡിസൈൻ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വരിക. കണ്ടില്ല, ഇതിൽ ഒരുപാട് വീഡിയോ ടെംപ്ലേറ്റുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ ടെംപ്ലേറ്റുകൾ വെച്ച് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ നോക്കിയാല് ഇൻഷോട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. VN അതിലൊക്കെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ മാത്രമാണ്. ഇതിലാകുമ്പോൾ നിങ്ങൾക്ക് ടെംപ്ലേറ്റുകൾ കിട്ടും. നേരത്തെ നമ്മുടെ ഹസീനത്ത് ചോദിച്ച മാതിരി എനിക്ക് ഹെൽത്ത് ആൻഡ് വെൽനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റേഴ്സ്, വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓൾറെഡി ടെംപ്ലേറ്റുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ജസ്റ്റ് എടുത്തിട്ട് എഡിറ്റ് ചെയ്താൽ മതി. കുറെ വീഡിയോസ് ഉണ്ടാവും യോഗ ബേസ് ചെയ്തിട്ടുള്ളത്, ഓരോ ടൈപ്പ് വീഡിയോസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ എഡിറ്റ് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോ നിങ്ങൾക്ക് നമ്മുടെ ഓൺ വീഡിയോ ആക്കി മാറ്റണമെങ്കിൽ നിങ്ങളുടെ പേര് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അപ്പോ ഇത് ഈ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്യാൻവാനെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. പ്ലസ് നമ്മൾ ഫുഡ്, നേരത്തെ അതിൽ ഫുഡിന്റെ സെക്ഷനാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഫുഡാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും ഹെൽത്തി ഫുഡ് എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഒക്കെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അല്ലെ, ടുഡേ മെനു അല്ലെങ്കിൽ മോർണിംഗ് ഹെൽത്തി ഫുഡ് അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺ കണ്ടന്റ് ആക്കി നിങ്ങൾക്ക് മാറ്റാം. ഈ ഓർഡർ നൗ അല്ലെങ്കിൽ എന്താണോ ഈറ്റ് ഹെൽത്തി നിങ്ങളുടേതാക്കിയുള്ള കണ്ടന്റ് മാറ്റുക. നമുക്ക് ഈ ഹെഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ഡ്രാഗ് ചെയ്ത് വരില്ലേ? നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിലിപ്പോ ഹെൽത്തി ഫുഡ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഹെൽത്തി ഫുഡിന് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മളുടെ ഷെയ്ക്കാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് വിചാരിക്കാം. അപ്പൊ എന്താ ചെയ്യാ, നേരെ ഗൂഗിളിൽ പോവാ. നിങ്ങൾക്ക് വേണ്ട പിക്ചർ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലേ? ഓക്കെ, ഹെർബാലൈഫ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ട നല്ലൊരു ഫുഡ് ഇവിടെ ഇത് ഓക്കെയാണല്ലേ. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ നേരെ സേവ് ഇമേജ് കൊടുത്താൽ മതി. മൊബൈലിലാണെങ്കിൽ സേവ് ഇമേജ് കൊടുക്കുക. ഞാൻ കോപ്പി ചെയ്യാം. ലാപ്ടോപ്പിൽ കോപ്പി ചെയ്ത് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നേരെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. അപ്പൊ ഡയറക്റ്റ് ഇവിടെ കിട്ടും.
ഇതുപോലെ നമുക്ക് വേണം ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങളുടെ പോസ്റ്റേഴ്സ് റീൽ സൈസിലും ഒക്കെ ചെയ്യാൻ പറ്റും. ഇതും നമുക്ക് റീൽ ആക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് നേരത്തെ പറഞ്ഞ അനിമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇത് അനിമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് ടൈപ്പ് അനിമേഷൻസ് ഉണ്ട് ഇതില്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഡെയിലി ഇടുന്ന ചില സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ ഒന്നും കൂടി നല്ല ഇതിനകത്ത് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ലോഗോ ആഡ് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുക. ഇതുപോലെ മാക്സിമം ഒരു ഡെയിലി ഒരു 1 hour നിങ്ങൾ 1 hour അല്ല 10 minutes സ്പെൻഡ് ചെയ്തിട്ട് ഇതുപോലത്തെ പോസ്റ്റർ ഉണ്ടാക്കി വെച്ചാൽ മതി, യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ഒരു ടെംപ്ലേറ്റും കൂടി കാണിക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ടൈം ലാഭിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണിത്. കുറേ ടൈം ഒന്നും പോകില്ല, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ട് ഒരു പോസ്റ്ററും കൂടി കാണിച്ചിട്ട് നമ്മൾ പ്രസന്റേഷനിലേക്ക് പോകണ്ട. ഓക്കെ, നമ്മളിവിടെ വേറൊരു വീഡിയോ ഉണ്ട്, ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്. ശരിക്കും നമ്മുടെ അതേ ടോപ്പിക്കാണ് അതിൽ. നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാ എഡിറ്റ് ചെയ്യാം സിമ്പിൾ ആയിട്ട്. ഇതുപോലെ ജസ്റ്റ് നിങ്ങളതാക്കി മാറ്റാം. കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലെ ഫോട്ടോ നിങ്ങൾക്ക് മാറ്റാം, അതിൽ വീഡിയോ ഉണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇതിൽ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളത് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ ഒരു സ്റ്റാറ്റസ് ഇടാനൊക്കെ വളരെ ഈസിയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഇതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് നല്ല മാച്ചിങ് ആയിട്ടുള്ള കറക്റ്റ് കാര്യങ്ങളാണ്. ലാസ്റ്റില് വരുന്നത് ഈ വീഡിയോ. അപ്പൊ ഈ 3 വീഡിയോ കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളൊരു ഡെയിലി സ്റ്റാറ്റസ്, ഇൻസ്റ്റഗ്രാം സ്റ്റോറി, യൂട്യൂബിലേക്കൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. കാണുമ്പോൾ ഒരു നല്ല പ്രൊഫഷണൽ ആയിട്ട് ഫീലും നമുക്ക് ചെയ്യുന്നുണ്ട്, ഒരു വൃത്തിയൊക്കെ കിട്ടും ഒന്നുകൂടെ ചെയ്യുമ്പോൾ. ബാക്കി നിങ്ങൾ ചെയ്ത് വരുമ്പോൾ റെഡി ആയിക്കോളും. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് നമ്മള് വീഡിയോയുടെ സെക്ഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ എല്ലാം ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ഒരു VNG പറഞ്ഞിരുന്നില്ലേ? VNG നമ്മൾ സേവ് ചെയ്ത ഫയലാണോ? അല്ല, അതെ, നമ്മൾ ഈ ഇമേജ് കണ്ടോ, ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നമ്മളെ പ്രൊഡക്റ്റിന്റെ ഇത് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചോ, കണ്ടോ? ഇത് ഏത് സ്ഥലത്ത് കൊണ്ടുവച്ചാലും അത് അവിടെ കറക്റ്റ് പ്ലേസ് ആയിട്ട് കിട്ടും. കണ്ടോ, ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് കണ്ടോ, ഈ മനസ്സിലായോ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പെർഫെക്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഓക്കെ, കാണിച്ചു തരാം. പ്രൊഡക്റ്റുകളിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പോസ്റ്റർ നിങ്ങൾ കാണാറില്ലേ? ഇത് ശ്രദ്ധിച്ചു നോക്കുക, ഇതൊരു പോസ്റ്ററാണ്. ഈ ഒരു ഇമേജ് കണ്ടോ, ഇതിന് ആകെ ഇമേജ് മാത്രമേ ഉള്ളൂ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഇത് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഇത് ഇവിടെ വെക്കാം. ഇത് നേരെ എടുത്തിട്ട് നമുക്ക് ഇതാ ഇവിടെ ഇതിന് പകരം കൊണ്ടുവയ്ക്കണമെങ്കിൽ ഇവിടെ വെക്കാം. കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ല. കണ്ടോ, ഇത് ഇവിടെ ഇരുന്നോളൂ. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആണ്. ആ സ്ഥാനത്ത് ഞാൻ വേറൊരു ഇമേജും കൂടി എടുത്ത് കാണിച്ചു തരാം. അപ്പോ ഓക്കെ, ഈ ഒരു ഫോട്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു ഭംഗി തോന്നുന്നുണ്ടോ?
കണ്ടോ പലതും മറഞ്ഞു പോകുന്നില്ലേ? ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ കാണൂല, ഇത് കറക്റ്റ് അല്ല. ഇതിന് മാറ്റിയിട്ട് ഈ ഒരു പിക്ക് നോക്കുക. ഇതിന് വേറെ ഒന്നുമില്ല, ഫോട്ടോ മാത്രമേ ഉള്ളൂ, ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഡൗട്ട് ആണല്ലേ ഇത്? ഈ ഡൗട്ട് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇതില് ചിലപ്പോ ക്ലിയർ ആവും. ഇത് നോക്കുക, ഞാൻ ഈ ഒരു നമ്മുടെ ഫോർമുല 1ന്റെ ഒക്കെ പിക്ചർ ഇവിടെ കൊണ്ടുവച്ച് കറക്റ്റ് വെച്ചപ്പോ അത് അതിന് ആ ഒരു ഭംഗിയിൽ ഇരിക്കുന്നുണ്ടോ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിച്ചാല് പ്ലേസ് ചെയ്ത് കണ്ടോ? ഇതാണ് ഉദ്ദേശിച്ചത്, എവിടെയും പ്ലേസ് ചെയ്യാൻ നമുക്ക്. ക്ലിയർ ആണോ? വേറെ ആർക്കും ഡൗട്ട് ഉണ്ടോ? പറയൂ. അതില് നമ്മുടെ പൂവിന്റെ ഉള്ളിലായിട്ടല്ല ശരിക്കും ഇരിക്കണത് ആ ബോട്ടിൽസ്. മാറ്റുന്ന രീതി എങ്ങനെ? കുറച്ച് ടെക്നിക്കലാണ്, ബാക്കി എല്ലാവർക്കും ഒന്നുമില്ല, സിമ്പിൾ ആണ്. ക്യാൻവയിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ലെയറിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താണോ ചേഞ്ച് ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ ഈ ഒരു ബോട്ടില് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലെയർ നോട്ട് എഴുതിക്കോട്ടെ, ലെയറിൽ പോവുക, ബാക്ക് ഫോർവേഡ് എന്നാണെങ്കിൽ എന്ത് ചെയ്യും, ഏതാണോ ഫ്രണ്ടിലുള്ള അത് ഫ്രണ്ട് എന്നാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലേക്ക് വരും. സെന്റ് ഫോർവേഡ് ആണെങ്കിൽ അതിന്റെ ബാക്കിലേക്ക് പോകും. സെന്റ് ബാക്ക് എന്ന് പറയുമ്പോൾ ഫുള്ളി ബാക്കിലേക്ക് പോകും. ഈ 4 ഓപ്ഷൻസ് ആണുള്ളത്. കുറച്ചുകൂടെ ടെക്നിക്കലാണ്, ബേസ് ലെവൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. എനിവേ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ പിക്ക് നിൽക്കുന്ന പൂവിന്റെ ബാക്കിലാണ്. ഞാൻ ഇത് ഏറ്റവും ബാക്കിലേക്ക് ആക്കി തരാം. സെന്റ് ബാക്ക് കൊടുക്കുക. അപ്പൊ കണ്ടോ ഏറ്റവും ബാക്കിലേക്ക് പോയി, കാണുന്നില്ലല്ലോ? ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നാളെ മുതൽ ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് ഇറങ്ങുമല്ലോ. ഓക്കെ, അപ്പൊ വീഡിയോ പാർട്ട് എൻഡ് ചെയ്യട്ടെ. വേറെ ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എൻഡ് ചെയ്യട്ടെ വീഡിയോ പാർട്ട്. ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ പ്രാക്ടീസ് ആവണം. റെഡി ആയിക്കോളും. റെഡി വരുമ്പോ അടിപൊളി പോസ്റ്റേഴ്സ് ഒക്കെ വരും. ഓക്കെ, അപ്പൊ ഓക്കെ, നമുക്ക് ഇനി പ്രസന്റേഷനിലേക്ക് പോവാം. പ്രസന്റേഷനിലേക്ക് പോകുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഹോം പേജിലേക്ക് വരിക. അപ്പൊ ഞാൻ ഹോം പേജിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്ത വർക്ക്സ് ഒക്കെ അവിടെ ഉണ്ട്, അത് നോക്കണ്ട. ഇവിടെ കണ്ടോ പ്രസന്റേഷൻ എന്ന് പറയുന്നത്, പ്രസന്റേഷൻ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ പ്രസന്റേഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടൈപ്പ് ചെയ്യുമ്പോൾ താഴെ വന്നോളൂ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് പ്രസന്റേഷൻ സൈസ്, നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന പോലത്തെ സൈസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ PPT മറ്റേ ഗൂഗിളിന്റെ അതിലൊക്കെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ ഈസിയാണ്. വീഡിയോസ് ആഡ് ചെയ്യാൻ എളുപ്പമാണ്, ആനിമേഷൻ കൊടുക്കാൻ എളുപ്പമാണ്, ടെക്സ്റ്റ് എല്ലാം എളുപ്പമാണ്. ഇതിന്റെ നെക്സ്റ്റ് വേർഷൻ ഉണ്ട്, അത് AI ടൂള് വെച്ചിട്ട് നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ടും 2 മിനിറ്റ് കൊണ്ടൊക്കെ, 5 മിനിറ്റ് വേണ്ട, സെക്കൻഡ് 10 സെക്കൻഡ് കൊണ്ടൊക്കെ പ്രസന്റേഷൻ ഉണ്ടാക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങൾ വരും. അപ്പൊ നിങ്ങൾക്ക് ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പ്രസന്റേഷൻ ഇതെടുക്കുക, അത് എനിക്കൊന്ന് ഫ്രീ ആണ്, ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതേ, പലപ്പോഴും ഒരാൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാല്, ഇതിൽ പ്രോ എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്, ഫ്രീ എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്. അപ്പൊ ചില ആളുകൾ ഈ പ്രോ എന്ന് പറയുമ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും, അപ്പൊ അത് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് അവസാനം എല്ലാം ചെയ്തതിന് ശേഷം അറിയാ അത് പെയ്ഡ് ആണ്. അപ്പോ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പറ്റണ്ട, എല്ലാരും നോട്ട് ചെയ്തോ. ഇവിടെ ചെറിയൊരു ഐക്കൺ കണ്ടോ, പ്രോ എന്ന് പറഞ്ഞിട്ട്, ഇത് അപ്ഗ്രേഡ് ടു ക്യാൻവ എന്ന് പറയുന്ന ഓപ്ഷനാണ്, പ്രീമിയം ആണ്. അപ്പൊ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാതിരിക്കുക, എടുത്താൽ പൈസ കൊടുക്കും. അപ്പൊ മാക്സിമം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ആ ഐക്കൺ ഇല്ലാത്തതാണ്. ഇത് ഫ്രീ ആണ്, ഇത് ഫ്രീ ആണ്, ഇത് ഫ്രീ ആണ്, ഇത് ഫ്രീ ആണ്, ഇത് ഫ്രീ ആണ്. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് നോക്കട്ടാ, നമുക്ക് എന്താ വേണ്ടതെന്നുള്ള കറക്റ്റ് കിട്ടും. പിന്നെ അപ്പൊ ഞാനിപ്പോ ഇവിടെ ഫ്രീ ഒരു
ക്രിയേറ്റ് ബ്ലാങ്ക് പ്രസന്റേഷൻ ആണ് എടുക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, പ്യുവർ ബ്ലാങ്ക് ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ ഓൺ ക്രിയേഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ കണ്ട കുറേ ടെംപ്ലേറ്റുകൾ സൈറ്റിൽ കാണാം. നിങ്ങൾക്ക് ഏതാ വേണ്ട വെച്ചാൽ എടുക്കാം. നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണോ, ബിസിനസ് പ്രൊജക്ട്, കമ്പനി പ്രൊഫൈല്, ഹെൽത്തുമായിട്ട് ബേസ് ചെയ്തിട്ടത് നിറയെ ഓപ്ഷൻസ് ഇതിൽ കാണാം. സൂപ്പർ ഫുഡ്, ന്യൂട്രീഷൻസ്, ഇതെടുത്ത് നോക്കാം. ഇതിൽ ഓൾറെഡി കുറെ ടെംപ്ലേറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതാക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. സൂപ്പർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസ്, അൺലോക്കിംഗ് ദ പവർ ഓഫ് നാച്ചുറൽ ബെസ്റ്റ് ഇൻഗ്രീഡിയൻസ് അല്ലെ. ഇവിടെയൊക്കെ പേര് മാറ്റി കൊടുക്കുക, നമുക്ക് കുറച്ചുകൂടെ ടഫ് കുറവാണ്. ദെൻ ഇത് ഫസ്റ്റ് പേജ്. ഇത് നിങ്ങൾക്ക് ഓരോന്നും ഇത് കണ്ടാവും, അതൊക്കെ കുറെ ചെറിയ ചെറിയ പാർട്ടുകളാണ്. മൂവ് ചെയ്യാം, ഇത് മൂവ് ചെയ്യാം, ഇത് അങ്ങോട്ട് സൈഡിലേക്ക് വെക്കാം, ഇങ്ങോട്ട് വെക്കാം, കീബീന്റെ ഒരു ഇത് ഇങ്ങോട്ട് വെക്കാം. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് ഇതിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാനും ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എഡിറ്റ് ചെയ്യാം, ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. ഇനി ഒരു പുതിയൊരു പേജ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് പേജ് കൊടുക്കുക, ഒരു ബ്ലാങ്ക് പേജ് കിട്ടും. വീണ്ടും ഡിസൈനിൽ പോവുക, സെക്കൻഡ് മൈ പ്രൊഫൈല്. ഇവിടെ എന്റെ പേര് ഞാൻ കൊടുത്തു, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാം. എബൌട്ട് വേണ്ടത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് എന്താ ചെയ്യാ, നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ജസ്റ്റ് ഫോട്ടോ എടുക്കാം, തൽക്കാലം അത് ഇരുന്നോട്ടോ. ഓക്കെ ഓക്കെ, പ്രൊഫൈലായി. ഇനി അടുത്തത് നിങ്ങൾക്ക് കണ്ടന്റ് ആണ്, ഇൻട്രൊഡക്ഷൻ. അതിനുശേഷം ഈ ഒരു മോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പൊ ഇതില് ടെക്സ്റ്റ് മാത്രം എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ലാസ്റ്റ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അത് കൊടുക്കാം. താങ്ക് യു ഓപ്ഷൻ യൂസ് ചെയ്യാം, അതിനനുസരിച്ച് ചെയ്യാം. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ടെംപ്ലേറ്റ് ഉപയോഗിക്കാതെ ഇത് ഫുള്ളി യൂസ് ചെയ്യാതെ ചെയ്യുന്ന ഓപ്ഷനാണ്, കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്ന ഓപ്ഷനാണ്. അതിനെന്ത് ചെയ്യാം, അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഡിസൈനിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ ഓൺ ക്രിയേറ്റീവ് ഐഡിയാസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിന് നമുക്ക് വേണ്ടത് ഇതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇവിടുത്തെ എലമെന്റ്സ്, ഈ എലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റീവ് നിങ്ങൾക്ക് ടൈം എടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതിൽ കുറെ ഓപ്ഷൻസ് ഇവിടെ താഴെ കാണാം. നിങ്ങൾക്ക് ഗ്രാഫുകൾ വേണമെങ്കിൽ, നിങ്ങളുടെ ഓരോ ഓർഗനൈസേഷനിൽ എത്രത്തോളം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രാഫുകൾ ഹായ്, കറണ്ട് ഒന്ന് പോയതാണ്. ഇപ്പൊ സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും പറഞ്ഞതോ ക്ലിയർ ആണോ പ്രസന്റേഷൻ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. കാരണം എന്താ വെച്ചാൽ ഞാൻ അതൊക്കെ തലയിൽ കയറ്റി വെച്ച് നടക്കുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് ബേസിക് ചിലപ്പോൾ മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ പറയണോട്ടാ. ഓക്കെ ആണ്, പ്രസന്റേഷൻ ഓക്കെ ആണോ ഇതുവരെ? കുഴപ്പമില്ല. ടൈം കണ്ടാവാറായില്ല കേട്ടോ, ഒരു മിനിറ്റ് കൂടി. അനീഷ് കോച്ച് എങ്ങനെ ചെയ്യേണ്ടത്? അനീഷ്ക, അനൂപ്, അത്യാവശ്യം വേണ്ടിയതൊക്കെ പറഞ്ഞു പ്രാക്ടീസിലൂടെ മാത്രം ഉണ്ടാവേണ്ടിയോ? 1.5 മണിക്കൂറിന്റെ അടുത്തായില്ലേ. അപ്പൊ ഇനി ബേസിക് ആയിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള ആൾക്കാർ ചോദിച്ചോട്ടെ.
അങ്ങനെ നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനായിരിക്കും നല്ലത് അല്ലേ കോർഡിനേറ്റേഴ്സ്? അത് നല്ലത്, കാരണം കൂടുതൽ സമയമാകുമ്പോഴേ ഒക്കെ പാടെ ഉള്ളിൽ കേറൂല. അതിനെ മാക്സിമം ആയിട്ടുണ്ട്. അതാണ് ഓക്കെ. കാരണം ഇതെന്താ വെച്ചാലേ ഓരോ ഓപ്ഷൻസ് പഠിക്കാതെ ഇത് കംപ്ലീറ്റ് ആക്കാനും പറ്റൂല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടിരുന്നോണ്ട് ഒരു കാര്യമില്ല. ഇത് ചെയ്തിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. കാരണം ഇത് തിയറി അല്ല. ഇത് ചെയ്ത് മിസ്റ്റേക്ക് വന്ന് അത് ശരിയാക്കിയതാകാം. അപ്പോ ഒരു 5 പോസ്റ്ററും 5 വീഡിയോ ചെയ്തിട്ട് നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ട് ആവുന്ന സമയത്ത് അതിന്റെ ഒരു പെർഫോമൻസിലേക്ക് വരുമെന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. അപ്പൊ ഇനി സംശയങ്ങളുള്ള ആൾക്കാർ ചോദിക്കും. ഗൗതമൊക്കെ ചോദിക്കും ഓപ്പൺ ചെയ്തിട്ട്. ആരൊക്കെയാണ് ഡൗട്ട്